മീൻസ് എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ ആളും ബിസിയാണ്, ആൾ വർക്കിംഗ് ആണ്, ആൾക്കും ചെയ്യാറുണ്ട്, എക്സാം പ്രിപ്പറേഷൻ ചോദിക്കാറുണ്ട് അല്ലേ, ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് എക്സാം പ്രിപ്പറേഷൻ തരുമോ. എനിക്കത് വേണം, എനിക്കും കൂടി ആയാലും എന്താണ്, ഒരു നല്ല സർട്ടിഫിക്കേഷൻ, ഹൈ എൻഡ് സർട്ടിഫിക്കേഷൻ അല്ലേ. അവിടെ ഒരുപാട് എന്നെക്കാട്ടും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര നോളജുള്ള ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ എല്ലാവരും ചോദിക്കണ പോലെ നമ്മളെ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു അടിപൊളി സർപ്രൈസ് തന്നെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പം നിങ്ങളെല്ലാവരും ഇത്ര നാൾ എവിടെയായിരുന്നു മാം? കുറേ നാളെ ശരിക്കുള്ളപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഞാൻ കറക്റ്റ് വീഡിയോസ് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടാലായി. ഞാനങ്ങനെ മീൻസ് ഒരു 1 വീക്ക് കൂടുമ്പോൾ ഒക്കെ വീഡിയോ ഇടാറുള്ള ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാം വീഡിയോ ഇടാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് പലരും ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടാവും. എന്താണ് ഇൻഡസ് ടോക്സിന് എന്ത് പറ്റി, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കുറവാണ്, കാര്യങ്ങൾ കുറവാണ്, എന്താണ് അതിനുള്ള റീസൺ, എന്താണ് കാര്യങ്ങൾ, എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു അടിപൊളി സർപ്രൈസ് തന്നെയാണ്. കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് നിങ്ങളെ എല്ലാവരും ചോദിക്കണ പോലെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ്, ഡിസംബറിലത്തെ ബാച്ച് എപ്പോഴാണെന്ന് നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഡിസംബറിലത്തെ ബാച്ച് വരുന്നത് നമുക്ക് ഡിസംബർ 29 ഫ്രൈഡേ ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ടൈമിംഗ് ആണ്, UAE വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഒക്കെ നല്ല ടൈമിംഗ് ആണ്. നമ്മൾ ഇന്ത്യൻ ടൈം 10 to 12 ആണ്, UAE ടൈം 8:30 to 10:30 ആണ്. ഈ ഒരു ബാച്ചിന് കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഇൻഡസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട്, എക്സാം പ്രിപ്പറേഷൻ ചോദിക്കാറുണ്ട് അല്ലേ, ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് എക്സാം പ്രിപ്പറേഷൻ തരുമോ. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി കുറേ പേരോട് റൂഡായിട്ടും മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചില കുട്ടികൾക്ക് വിഷമമായി ഉണ്ടായിരിക്കാം. എക്സാം പ്രിപ്പറേഷൻ നമ്മൾ കുട്ടികൾക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുള്ളൂ, അങ്ങനെ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ബേസിക്സ് മുതൽ അവരെ ട്രെയിൻ ചെയ്ത് അവരെ സെറ്റ് ചെയ്ത് അവരെ എക്സാം പാസ്സാവണ വരെ ഉള്ളതാണ്. അപ്പോൾ വെറുതെ നിങ്ങളൊരു എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേയ്മെൻറ്റും മേടിച്ചിട്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനും ഒരുപാട് ബിസിയാണ്. അപ്പം എനിക്ക് അതിലോട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സാം പ്രിപ്പറേഷനും ഞാൻ വേണ്ടാന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിലായി, ഞാൻ കുറച്ച് ഒരു മീൻസ് ബിസിയാണ് ഇപ്പോഴും, എന്നാലും കുറച്ചൊന്ന് സ്റ്റേബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്സാം പ്രിപ്പറേഷൻ കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ എക്സാം പ്രിപ്പറേഷന് ഔട്ട്സൈഡ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ. ആ ക്രൈറ്റീരിയാസ് നിങ്ങളെല്ലാവരും, ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതൊക്കെ ഓക്കെ ആണെന്ന് വെച്ചാൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക. അപ്പം മറക്കണ്ട, നമ്മളെ നെക്സ്റ്റ് ബാച്ച് തന്നെ ഡിസംബർ 29 10 മണി മുതൽ 12 വരെ ഇന്ത്യൻ ടൈം, UAEക്കാർക്ക് 8:30 മുതൽ 10:30 വരെ. അപ്പം ഇനി അടുത്ത നമ്മൾ വിഷയത്തിലോട്ട് കടക്കും. എന്താണ് മാം എവിടെയായിരുന്നു ഇത്ര നാളും? മാം എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്? എന്തുകൊണ്ടാണ് ആർക്കും റിപ്ലൈ കൊടുക്കാത്തത്? എന്താണ് പ്രശ്നം? എന്തൊരു പ്രശ്നമുണ്ടോ? എന്താണ് പ്രശ്നങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്കുള്ള ഒരു പടി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ പലയിടത്തും പറയുന്നുണ്ട്, ഈ വീഡിയോനെ കാണുന്ന ആൾക്കാർ എന്നെക്കാട്ടും നോളജുള്ള ആൾക്കാരുണ്ടായിരിക്കും, എന്നെക്കാട്ടും കൂടുതൽ സർട്ടിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവൾക്കൊരു വാല്യൂ ആയിട്ട് വരണമെന്ന് ചിന്തിക്കണവരുണ്ടായിരിക്കാം. ഒക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കണവർ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു കേസ് എന്ന് പറയുന്നത്, ഈ ഒരു കേസായാലും ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണം എന്ന് പറയുന്നത് എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രത്തോളമൊക്കെ ചെയ്യണമെന്നും പലർക്കും ചിന്ത ഉണ്ടായിരിക്കും. അത് ചെയ്യാണ്ടും കിട്ടണവരുണ്ട്. പക്ഷേ എൻ്റെ സംബന്ധിച്ച് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടിയാൽ മാത്രമാണ് എനിക്കത് ദൈവം തരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാസമായി എൻ്റെ അടുത്തൊരു സർട്ടിഫിക്കേഷന്, അതായത് അടുത്തൊരു സർട്ടിഫിക്കേഷന് എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചടി ഞാൻ വലിയൊരു ടാസ്ക്കാണ് എടുക്കുന്നത്.
ഓക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. ഞാനൊരു അടുത്ത സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CPMA ആണ്. ഞാൻ CPC കഴിഞ്ഞിട്ട് ഡയറക്റ്റ് CPMA ആണ് എടുക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ 10 വർഷം 12 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. 5 വർഷം 6 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഒരു റിസ്ക് കാണിക്കാറുള്ളൂ. അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റേഴ്സ്. അപ്പം ഞാൻ ഇതൊരു ജോയിൻ ചെയ്യുന്ന സമയത്തായാലും എന്ന് പറയണത് എന്താണ്, ഈ ഒരു എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെന്നൊക്കെ ഭയങ്കര ഹൈ ലെവൽ ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വെറുതെ ഒരു ജോയിൻ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്ത്. പക്ഷേ അവിടെ ഞാൻ കാണുന്നത് എന്താണ്, അവിടെ ഒരുപാട് എന്നെക്കാട്ടും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര നോളജുള്ള ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്റ്റക്കായി പോവുമോ, എനിക്ക് ഭയങ്കര ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെയെന്ന് പറയണത്, ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. സപ്പോർട്ടെന്ന് വെച്ചാൽ ക്ലാസ് പോലും പ്രോപ്പറായിരുന്നില്ല. ഒരു 1 ഇയറോളം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു 7 മന്തോളം കഴിഞ്ഞിട്ടാണ് ക്ലാസ് കിട്ടിയത്. അപ്പോൾ അതൊന്നും പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യില്ല. അങ്ങനെ അപ്പോൾ ക്ലാസ് പ്രോപ്പറായിരുന്നില്ല. ക്ലാസ് പ്രോപ്പറാവാതെ അപ്പോൾ ഈ ഒരാഴ്ച വീക്കെൻഡ്സിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരാഴ്ചയെങ്കിലും പിന്നെ ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സാം മീൻസ് ഈ ഇത് വരുന്നത്, ക്ലാസ് വരണം. അപ്പോൾ എടുത്തതും മറന്നു പോവും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രൊഫഷണൽസ്, ഞാനും നടക്കുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്താ വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്യാം, വേണ്ടെന്ന് വെച്ചാൽ ക്ലാസ്സിൽ കയറാറില്ല. മീൻസ് ക്ലാസ്സും എപ്പോഴെങ്കിലും നടക്കാറുള്ള, പിന്നെ ഉള്ള ക്ലാസ്സിലും ഞാൻ കയറാറില്ല. കുറച്ച് അതും എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഉള്ള ക്ലാസ് കാരണം ഞാൻ ഫെഡപ്പായി, ഇവർക്ക് പ്രോപ്പറായിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും ക്ലാസ് വെച്ചാലായി, ആൾക്ക് തോന്നുമ്പോൾ ആൾ ചെയ്യും, ഇല്ലെങ്കിൽ അവർ അത് സ്കിപ്പ് ചെയ്യും, വീണ്ടും അടുത്ത ദിവസം പറയും, അടുത്ത ടൈമിന് ചിലപ്പോൾ എടുക്കില്ല. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്തു, ഞാൻ അത് വിട്ട കേസ്. ഓഫ് കോഴ്സ് നമ്മളെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. അതെ, നമുക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉണർത്തിയെടുക്കാൻ. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുള്ളത് എങ്ങനെയാണ്, ഓക്കെ ഇത് എനിക്ക് നടക്കില്ല, എന്നെക്കൊണ്ട് നടക്കണമല്ല, ഇതൊക്കെ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കണതായിരിക്കും, എന്നെക്കൊണ്ട് പറ്റുമോ ഇത്. കാരണം നിങ്ങൾക്കറിയാമോ, ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ് ചെയ്യണം 3 ഇയർ 4 ഇയർ ആയിട്ട്. അപ്പോൾ എനിക്കൊരു വലിയൊരു എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടൈമും ഇല്ല. അപ്പോൾ എന്നെക്കൊണ്ട് നടക്കുമോ, ഇങ്ങനെയാണോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതിൽ എൻ്റെ ഒരു മീൻസ് നമുക്ക് ദൈവം ഒരാൾ കൊടുന്നു തരാമെന്ന് പറയില്ല, അതുപോലെ തന്നെ ഒരാൾ, ഓക്കെ ഞാൻ പേര് മെൻഷൻ ചെയ്യണില്ല, അങ്ങനെ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മീൻസ് എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആളും ബിസിയാണ്, ആൾ വർക്കിംഗ് ആണ്, ആൾക്കും ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, നിന്നെക്കൊണ്ട് പറ്റുമോ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ഒരുമിച്ച് കമ്പൈൻസ്ഡായിട്ട് ചെയ്താലോ വിചാരിച്ച്. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തു, അയ്യോ എനിക്ക് പറ്റില്ല, പിന്നെ ഫ്യൂച്ചറിൽ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാൻ ചാൻസ് ഇല്ല എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു, ആളോട് പറയുകയും ചെയ്തു എനിക്കിത് പറ്റാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നെ ആയാലും മുന്നേ കുറേ ഹെൽപ്പ് ചെയ്തുള്ള ഒരാളാണ്. അപ്പോൾ ഓക്കെ ചിന്തിച്ചപ്പോൾ അയ്യോ, ഞാൻ ആളങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ അത് ഒരു ഇതല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓക്കെ പറഞ്ഞു, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ കാര്യങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ജസ്റ്റ് ഒരു പേജ് എടുത്തിട്ട് ആദ്യം ഒന്ന് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്. അതങ്ങനെ അവർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തു. മീൻസ് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, അതിൽ 2 ആൾക്ക്, ബാക്കി 2 പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, റേദർ ദാൻ അവർക്ക് അത് മുന്നേ കിട്ടിയതിനെക്കാട്ടും നന്നായി മനസ്സിലാവുന്നുണ്ട്, ട്രൈ മീൻസ് മുബീനയ്ക്ക് പറ്റും, അത് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ്. കാരണം അവർക്ക് അതിനൊരു ടൈമില്ല, അവർക്ക് ഫുൾ ടൈം വർക്കാണ്, 6 to 9 വർക്കാണ്. എനിക്കും എൻ്റേതായിട്ടുള്ള വർക്കുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് ഫ്രീ ടൈംസ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ അവരൊരു പോസിറ്റീവ് റിപ്ലൈ പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ എടുക്കണതൊന്നും മനസ്സിലാവുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന്, അങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് പൊക്കി പറയല്ല, മനസ്സിലാവുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാനത് ഓക്കെ, നമുക്കത്
നോക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ മെല്ലനെ ഓരോ ചാപ്റ്റർ വായിച്ച് അങ്ങനെ അവർക്ക് എടുത്തു കൊടുക്കും. അവരും ഞങ്ങളും മീൻസ് അവരുടെ ഭാഗത്തു നിന്നും കുറേ നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഒരുപാട് നോളജ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ചിരുന്ന് കഷ്ടപ്പെട്ടു പഠിച്ചു എന്ന് പറയാം. പഠിച്ചു എന്ന് വെച്ചാൽ അതിലൊരു ലാസ്റ്റ് ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ അത്രയും ടഫാണ്. അതൊന്നും ഞങ്ങൾക്ക് ക്ലാസ്സും കൂടി എടുക്കാതെ ഞങ്ങൾ പഠിച്ചു. എന്നിട്ട് അത് സക്സസ് ആവുമോ അറിയില്ല. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ മറ്റേതെന്ന് വെച്ചാൽ ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ എക്സാം എഴുതില്ല, കാരണം എന്നെക്കൊണ്ട് പറ്റില്ല. ഇവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ മാത്രമാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എനിക്കത് വേണം, എനിക്കും കൂടി ആയാലും എന്താണ്, ഒരു നല്ല സർട്ടിഫിക്കേഷൻ, ഹൈ എൻഡ് സർട്ടിഫിക്കേഷൻ അല്ലേ, എനിക്കും കൂടി അത് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, എൻ്റെ ലൈഫിലൊരു അച്ചീവ്മെൻ്റ് അല്ലേ, അത് അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു പോയിന്റിൽ ഞാൻ ഡിസൈഡ് ചെയ്ത് എനിക്കത് വേണം, ഞാനും ഈ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പോവുകയാണ്. പിന്നെ എനിക്കും അവർക്കും കൂടിയായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹാർഡ് വർക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും നോക്കി. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ ആ ഒരു 3 മാസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാറ് പോലുമില്ല. പിന്നെ ഞാൻ ഫുള്ളി ടെൻഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും മോട്ടിവേറ്റ് ചെയ്യണ ആൾക്ക് ടെൻഷനുണ്ടോ? ഒബ്വിയസ്ലി എനിക്ക് ഒരു എക്സാം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പോയിൻ്റ്, അതായത് നമ്മൾ ഇതറിയാലോ, CPC ആയാലും CPM ആയാലും നമ്മൾ അത്യാവശ്യം മണി സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം ഇതാക്കണം. അപ്പോൾ എനിക്ക് ആരായാലും 1 രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കതൊരു ടെൻഷൻ പിടിച്ച കാര്യം തന്നെ. അപ്പോൾ എനിക്കത് കിട്ടുമോ കിട്ടില്ലേ, അങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, കുറേ ആവശ്യമുള്ള തോട്ട്സും ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ അനാവശ്യമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റില്ല. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഉറക്കം ഉണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു എക്സാം എടുക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷേ എനിക്കത് ഒബ്വിയസ്ലി എനിക്കുള്ള കാര്യങ്ങളാണ് അത്. അപ്പോൾ എന്താ കേസ് എന്ന് വെച്ചാൽ അങ്ങനെ എക്സാം ഡേറ്റ് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓഫ് കോഴ്സ് ആ 3 ആളുണ്ടെങ്കിൽ അവരാണ് ഇത് പഠിപ്പിക്കാൻ എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഡേറ്റ് എടുത്ത് എനിക്ക് ആ ഡേറ്റ് എടുത്ത് ഞാനത് മീൻസ് അതിന് മുന്നായിട്ട് എൻ്റെ ഒരാൾ എഴുതി, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുതി, പിന്നെ അതേപോലെ തന്നെ എന്നെ ഈ അച്ചീവ് ചെയ്ത ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്കത് ഫസ്റ്റ് കിട്ടാണ്ടായപ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആളുമായാലും ആ സമയത്ത് എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വീണ്ടും നന്നായിട്ടാണ് വർക്കൗട്ട് ചെയ്ത്. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ആ എക്സാം എഴുതാൻ പോയപ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഒരാഴ്ച കംപ്ലീറ്റ്ലി ഉറക്കല്ല എന്ന് പറയാം. ഇല്ലാതെ റിസൾട്ട് വരെ അറിയാലോ, CPCയുടെ പോലെ തന്നെ CPM ആയാലും റിസൾട്ട് വരെ 2 മണിക്കാണ് എനിക്ക് ആ റിസൾട്ട് വന്നത്. ആ 2 മണിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച പെർസെൻറ്റേജിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റി. ആ റിസൾട്ട് വന്നപ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഞാൻ എല്ലാവരും അറിയിച്ചു, കാര്യങ്ങൾ ചെയ്തു. ഒരു 3 മാസത്തെ വലിയൊരു ജേർണി ആയിരുന്നു എനിക്കുണ്ടായിരുന്ന അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും പലരും, പിന്നെ ഇതൊക്കെ ഞങ്ങൾ എഴുതി കഴിഞ്ഞ് ഞങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വാല്യൂ ഉള്ള ഒരു കേസ് തന്നെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ HR കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു ഞാനിങ്ങനെ ഒരു ടെൻഷനിലാണ്, അപ്പോൾ നിങ്ങളൊന്ന് ഇതാക്കണം, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കാര്യങ്ങൾ. ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നാളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാതിരുന്നതും. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്ന് പറയുന്നത് ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്ററാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടും വളരെ കോൺഫിഡൻസോടുകൂടി വളരെ അത്ര ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത്, മുബീന നീ എടുക്കാൻ പോകുന്ന ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സർട്ടിഫിക്കേഷനാണ്, ഞങ്ങൾക്കൊക്കെ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടാണ് ഞങ്ങൾ ഇത് എടുക്കാൻ പോകണുള്ളൂ. അപ്പോഴും എനിക്ക് ഒരുപാട് ആൾക്കാരും വേറൊരു കേസിന് നമ്മൾ എക്സ്പീരിയൻസ് കുറവാണെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്.
പക്ഷേ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നുള്ള ഒരു അപ്രീസിയേഷൻ, ആ ഒരു മൊമെൻറ്റ് സ്വപ്നം കണ്ടിട്ട് പലപ്പോഴും ഞാൻ കിടക്കുമ്പോഴായാലും പലപ്പോഴും ഞാൻ പഠിക്കുമ്പോഴായാലും ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം, എനിക്ക് അങ്ങനെ ആക്കാം, ഞാൻ ഇങ്ങനെ ആവും, എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നുള്ളതും അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെന്നുള്ളതിലും അപ്രീസിയേഷൻ കിട്ടും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സ്വപ്നം കാണുമ്പോഴേ എനിക്ക് ഉണ്ട് ദിവാസ്വപ്നം എന്നും പറയാം. അങ്ങനെ ദിവാസ്വപ്നം കണ്ട് അങ്ങനെ കണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇതിനുള്ളൊരു പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും നമ്മൾ എന്ത് ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്കത് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലൈഫിൽ ദൈവം തരും. പക്ഷെ അതിൻ്റെ ഇടയിൽ ദൈവം നമ്മൾ കുറേ ചുറ്റിക്കും. അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ച് കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എക്സാം സെൻറ്ററിൽ നിന്ന് വരെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിച്ചു. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ, കാരണം എനിക്ക് ആ സാധനം കിട്ടിയല്ലോ, പിന്നെ ഞാൻ ഇനിയിപ്പോൾ അത് നെഗറ്റീവായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ എക്സാം എഴുതുന്ന ടൈമിലായാലും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ആണ് ഞാൻ ഈ ഒരു സർട്ടിഫിക്കേഷൻ അച്ചീവ് ചെയ്തത്. അപ്പോൾ ദൈവം, എനിക്കറിയാം എന്തായാലും ദൈവം എന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടേ കിട്ടുള്ളൂ എന്ന് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ ടെൻഷൻ എടുക്കും, ചിലപ്പോൾ കരയും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് എനിക്ക് ആ സംഭവം കിട്ടി. നൗ ഐ ആം എ സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിന്തിക്കേണ്ട, ഓക്കെ മാമിന് കിട്ടിയല്ലേ, മാം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തല്ലേ, ഷുവറായിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്തായാലും ഒരു മാസമെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് വേണം. ഞാൻ കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് CPMA, എന്താണ് അതിൻ്റെ സിലബസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസാണ് ഇനി നമ്മളെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ ലാഗ് ചെയ്യിപ്പിച്ച് ഓയ്ക്ക് ചിലർ വിചാരിക്കുന്നത് അയ്യോ ഇൻഡസ് ടോക്സ് പൂട്ടിപ്പോയോ എന്ന് വിചാരിക്കേണ്ട. ഒരിക്കലും പൂട്ടിപ്പോവില്ല. ഞാൻ അടുത്ത സ്റ്റെപ്പിനുള്ള ഒരു മുന്നേറാനുള്ള ഒരു ഇടവേളയാണ് കൊടുത്തത്. അപ്പോൾ ഇൻഡസ് ടോക്സിൽ ഇനി റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്കതൊക്കെ വേണോ? ഇപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഇതുപോലെ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ? ഇതുപോലെ ടെൻഷൻ അടിച്ച് എനിക്കത് കിട്ടില്ല എന്ന് നടക്കുന്ന ആൾക്കാർ ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ ഞാൻ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്താണ് CPMA, എന്താണ് അതിൻ്റെ സിലബസ്, എങ്ങനെയുള്ളവർക്ക് അത് പഠിക്കാം, എങ്ങനെ അത് അച്ചീവ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറയണത്, ഇതൊക്കെ കിട്ടിയത് ഇതിലും വലിയ സർട്ടിഫിക്കേഷൻ കിട്ടിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കുന്നത് എനിക്കിതൊരു വലിയ അച്ചീവ്മെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് വന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാച്ച് ഡിസംബർ 29 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മറക്കണ്ട. വേണ്ടിയൊരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഡസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ അത്ര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ സക്സസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.